അമ്മ ഉണർന്നപ്പോ കാണുന്നത് തന്റെ വയറിലൂടെ ഒരു കൈയും ചുറ്റിപ്പിടിച്ച് സുഖനിദ്രയിലാണ്ട് കിടക്കുന്ന ലീനയാണ്. അവൾ തലതിരിച്ച് ക്ലോക്കിലേക്ക് നോക്കി. ദൈവമേ, 10 മണിയോ? അവൾ ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. കഴിഞ്ഞതൊന്നും അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. കുറച്ചു സമയം അവൾ നെറ്റിയിൽ അമർത്തി പിടിച്ചിരുന്നു. പിന്നെയാണ് അവൾക്ക് ഓരോന്നായി ഓർമ്മ വന്നത്. ഓഫ് ചെയ്ത് വെച്ചിരുന്ന ഫോൺ ഇന്ന് രാവിലെയാണ് ഓൺ ചെയ്തത്. ഫോൺ ഓണായതും വാൾപേപ്പറായി കിടക്കുന്ന ഫോട്ടോ കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഏട്ടൻ തന്റെ കവളി ചുംബിക്കുന്ന ഫോട്ടോ ആയിരുന്നു അത്. അത് കണ്ട് അവൾക്ക് സങ്കടം നിയന്ത്രിക്കാനായില്ല. ഏട്ടന്റെ എല്ലാമായിരുന്നു തന്നെ പൊതിഞ്ഞു പിടിച്ച് എല്ലാ ആപത്തിൽ നിന്നും സംരക്ഷിക്കുന്ന തന്റെ ഏട്ടൻ. ആ ഏട്ടനാണ് തന്നെ വാക്കുകൾ കൊണ്ട് ക്രൂരമായി വേദനിപ്പിച്ചത്. അത് ഓർത്തതും അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അലറി വിളിച്ചു കരഞ്ഞു. അവൾ ഓരോന്നായി ഓർത്തപ്പോഴേക്കും വീണ്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പെട്ടെന്നാണ് സൈഡിലെ സ്റ്റാൻഡിലിരുന്ന ലീനയുടെ മൊബൈൽ ബെല്ലടിക്കുന്നത് കേട്ടത്. എടുത്തു നോക്കിയപ്പോൾ അവളുടെ ഇച്ഛായനാണ്. അപ്പോഴേക്കും സൗണ്ട് കേട്ട് അവളും എഴുന്നേറ്റു. അമ്മ ഫോൺ അവളുടെ കൈയിൽ കൊടുത്തിട്ട് വാഷ്റൂമിലേക്ക് കയറി. തണുത്ത വെള്ളത്തിൽ കുളി കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. റൂമിൽ വന്നപ്പോഴേക്കും ലീന അവിടെ ഇല്ലായിരുന്നു. അവൾ നേരെ കിച്ചണിലേക്ക് ചെന്നു. ലീന കഴിക്കാനുള്ള ഫുഡ് എടുക്കുകയായിരുന്നു. ആ, നീ വന്നോ? നമുക്കുള്ള ഫുഡൊക്കെ മേടിച്ചു വെച്ചിട്ടാ അവർ പോയത്. അവളെ കണ്ട ഉടനെ ലീന പറഞ്ഞു. അതിന് മറുപടിയായി അവളൊന്ന് മൂളി. രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിച്ച് ഉച്ചക്കത്തേക്കുള്ളത് ഉണ്ടാക്കാനായി തയ്യാറെടുത്തു. കിച്ചണിൽ ഓരോന്ന് ചെയ്യുമ്പോഴും അമ്മുവിന്റെ ശ്രദ്ധ മറ്റെവിടെയായിരുന്നു. അവളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ലീന അവളുടെ അടുത്തേക്ക് ചെന്നു. അമ്മു, ലീന വിളിക്കുന്നത് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. ലീന അവളുടെ കൈ പിടിച്ച് അവിടെയുള്ള ഒരു ചെയറിലെത്തി. എന്നിട്ട് അവളുടെ മുഖം കൈക്കുമ്പിളിൽ എടുത്തുകൊണ്ട് പറഞ്ഞു. അമ്മു, സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നടന്നതൊന്നും നല്ലതല്ല. ഇനി അതൊക്കെ ആലോചിച്ച് ഇരിക്കാതെ അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന് ചിന്തിക്കേ. ലീന പറഞ്ഞതും അമ്മ അവളെ നിസ്സഹായതയോടെ നോക്കി. മറക്കണമെന്നുണ്ട് ലീന, പക്ഷെ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും ഓരോന്നും മനസ്സിലേക്ക് തികട്ടി വന്നുകൊണ്ടിരിക്കുക. അവ എന്നെ കൊല്ലാതെ കൊല്ലുന്നു. ഒന്ന് ഉറങ്ങാൻ കൂടി കഴിയുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? അതും പറഞ്ഞ് അവൾ മുഖം പൊത്തി കരഞ്ഞു. നോക്കമ്മോ, നിന്റെ ഈ അവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ നീ തന്നെ വിചാരിക്കണം. നീ ഇപ്പോഴും നിന്നെ വിശ്വസിക്കാതെ തള്ളി പറഞ്ഞവരെ ആലോചിച്ചിരിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവണം. പിന്നെ നമുക്കൊന്ന് കൗൺസിലിംഗ് പോവാം. ഇജയ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞു ഉച്ചയ്ക്ക് ശേഷം ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ. ഒരു കൗൺസിലിംഗ് ഒക്കെ ആകുമ്പോൾ നിന്റെ ഈ മൂഡ് മാറും. പിന്നെ ജോലിക്ക് പോയി തുടങ്ങുമ്പോഴേക്ക് എല്ലാം ശരിയാവും. അവളുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് ലീന അവളോട് പറഞ്ഞു. അതിന് അവൾ തലകുലുക്കി സമ്മതിച്ചു. ഉച്ചയ്ക്ക് ഫുഡും കഴിച്ച് അവർ നേരെ അലക്സ് എബിയും വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് പോയി. അലക്സ് അവർക്ക് വേണ്ടി നേരത്തെ തന്നെ അപ്പോയിന്റ്മെന്റ് എടുത്തു വെച്ചിരുന്നു. കൗൺസിലിംഗിലൂടെ തന്റെ മനസ്സ് കുറച്ചൊക്കെ നിയന്ത്രണത്തിലാക്കാൻ അവൾക്ക് സാധിച്ചു. ഉറക്കമില്ലാത്തതിന് തൽക്കാലത്തേക്ക് സ്ലീപ്പിംഗ് ബസ് കൊടുത്തു. 2 ദിവസം കഴിഞ്ഞ് അവർ ഓഫീസിലേക്ക് പോയി തുടങ്ങി. പിന്നെയുള്ള ദിവസങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. കൗൺസിലിംഗിലൂടെ അമ്മുവിന് നല്ല മാറ്റം തന്നെ ഉണ്ടായി. അവൾ മറ്റൊന്നും ചിന്തിക്കാതെ അവരുടെ കൂടെ സന്തോഷത്തോടെ കഴിയാൻ തുടങ്ങി. അലക്സിനോട് ചെറിയൊരു അകലമുണ്ടെങ്കിലും എബിയോട് ഒരുപാട് അടുത്തു. സ്വന്തം പെങ്ങളെ പോലെ തന്നെ അവൻ അവളെ കൊണ്ടു നടക്കാൻ തുടങ്ങി. അവൾക്കും അങ്ങനെ തന്നെയായിരുന്നു. ഓഫീസിൽ നിന്നും ഇറങ്ങി ലീനയെ വെയിറ്റ് ചെയ്യുമായിരുന്നു അമ്മു. അവൾ വന്ന് 2 പേരും കൂടി ലീനയുടെ ആക്റ്റീവ് ഫ്ളാറ്റിലേക്ക് പോയി. വണ്ടി പാർക്ക് ചെയ്ത് റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴാണ് സെക്യൂരിറ്റി അമ്മുവിന്റെ കയ്യിൽ ഉച്ചയ്ക്ക് പോസ്റ്റ്മാൻ കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് ഒരു രജിസ്റ്റേർഡ് കൊണ്ട് കൊടുത്തത്. അവൾ അത് പൊട്ടിച്ച് വായിച്ചു. വായിക്കും തോറും അവളുടെ മുഖം മാറുന്നതും കണ്ണുകൾ നിറയുന്നതും ലീന കണ്ടു. എന്നതാടാ? ലീന ടെൻഷനോട് ചോദിക്കുന്ന കേട്ട് അമ്മുവിന്റെ മുഖത്ത് വിളറിയ ചിരിയുണ്ടായി. അവൾ ആ രജിസ്റ്റേർഡ് ലീനയുടെ കൈ കൊടുത്തിട്ട് ലിഫ്റ്റിനടുത്തേക്ക് നടന്നു. ലീന അതിലേക്കൊന്നും നോക്കി. ഡിവോഴ്സ് പേപ്പർ. അവൾ പയ്യെ മന്ത്രിച്ചുകൊണ്ട് അമ്മ പോയ വഴിയെ നോക്കി. ലീന റൂമിലേക്ക് വരുമ്പോ അമ്മ ഫ്രഷ് ആകുമായിരുന്നു. വാഷ്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന അവളെ കട്ടിലിരുന്ന് ലീന കണ്ണെടുക്കാതെ നോക്കി നിന്നു. തന്നെ നോക്കി നിൽക്കുന്ന ലീനയെ മിററിലൂടെ അമ്മവും കാണുന്നുണ്ടായിരുന്നു. ടവൽ സ്റ്റാൻഡിലേക്ക് ഇട്ടുകൊണ്ട് അമ്മ അവളുടെ അടുത്ത് പോയിരുന്നു. നിന്റെ മനസ്സിലിപ്പോ എനിക്ക് വട്ടായോന്നല്ലേ നീ ചിന്തിക്കുന്നത്? ഒരു പുഞ്ചിരിയോടെ അവൾ പറയുന്നത് കേട്ടതും ലീന അവളെ കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് അമ്മ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് അവളോടായി പറഞ്ഞു. എന്റെ പൊന്നു ലീന കൊച്ചേ, എനിക്ക് വട്ടൊന്നും പിടിച്ചിട്ടില്ല. ഐ എം പെർഫെക്റ്റ്ലി ഓൾറൈറ്റ്. അവൾ ചിരിച്ചുകൊണ്ട് പറയുന്നത് കേട്ട് ലീന വീണ്ടും സംശയത്തോടെ അവളെ നോക്കി. നിന്റെ ഇപ്പോഴത്തെ സംശയം എന്താന്ന് എനിക്ക് മനസ്സിലായി. ഡിവോഴ്സ് പേപ്പർ കിട്ടിയിട്ടും ഞാൻ എന്താ ഇങ്ങനെ കൂളായി ഇരിക്കുന്നതെന്നല്ലേ നീ ചിന്തിക്കുന്നത്? അമ്മു ചെറു ചിരിയോടെ പറയുന്ന കേട്ട് ലീന അവളെ നോക്കി തലയാട്ടി. അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച കാര്യമാണ് ഇപ്പൊ നിന്റെ കയ്യിലിരിക്കുന്നത്. ഒരു ദിവസം മുമ്പേ അവനിൽ നിന്ന് എനിക്ക് മോചനം വേണം. ദൃഢനിശ്ചയത്തോടെ അവൾ പറയുന്നത് കേട്ട് ലീനയുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. പിന്നെ എന്റെ കണ്ണുകൾ നിറഞ്ഞത് അത് ഡിവോഴ്സ് പേപ്പർ കണ്ടിട്ടല്ല, അതിൽ അവൻ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടിട്ടാ. പരപുരുഷ ബന്ധമാ അവൻ ആരോപിച്ചിരിക്കുന്നത്. അവൾ പുച്ഛത്തോടെ പറയുന്ന കേട്ട് ലീന അവളെ ചേർത്ത് പിടിച്ചു. കുറച്ചു സമയം അവർ അങ്ങനെ തന്നെ ഇരുന്നു. നിന്റെ സംശയങ്ങളൊക്കെ തീർന്ന സ്ഥിതിക്ക് പോയി ഫ്രഷായി വാ, ചേച്ചി മോൾക്ക് ചായ ഇട്ട് വെക്കാമേ. അമ്മ ലീനയുടെ താടി കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ഓടി.
ലീന തമാശയ്ക്ക് അവളുടെ നേരെ കൈവങ്ങിയത് അമ്മ ചിരിച്ചുകൊണ്ട് കിച്ചണിലേക്ക് ഓടി. ചേച്ചിയല്ല അമ്മോ, ചേട്ടത്തി. എന്നേ നിന്നെ ഞാൻ എന്റെ ചേട്ടത്തിയെ കണ്ടു കഴിഞ്ഞു. ഇനി എല്ലാ അവകാശങ്ങളോടെ ഞങ്ങളുടെ തറവാട്ടി എത്തിയാ മതി. അതിനി അധികം താമസം ഉണ്ടാവില്ല. അവൾ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. ലീന ചെല്ലുമ്പോൾ അമ്മു ചായ ഉണ്ടാക്കി ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കുകയായിരുന്നു. അവളെ കണ്ടതും ഒരു കപ്പ് അവൾക്ക് എടുത്തു കൊടുത്തു. അമ്മ ഒരു കപ്പ് എടുത്ത് കുടിക്കാൻ തുടങ്ങിയതും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടു. ഞാൻ പോയി നോക്കാം, ലീനയെ നോക്കി പറഞ്ഞുകൊണ്ട് അമ്മു ഡോർ തുറക്കാനായി പോയി. വാതിൽ തുറന്നതും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന എബിയെയും അവന്റെ പിന്നിലായി നിൽക്കുന്ന അലക്സിനെയാണ് അമ്മു കണ്ടത്. ഡോർ തുറന്ന അമ്മുവിനെ കണ്ടതും അലക്സിന്റെ കണ്ണുകൾ തിളങ്ങി. അവൻ അവളെ തന്നെ നോക്കി നിന്നു. തന്നെ നോക്കി നിൽക്കുന്ന അലക്സിനെ അവൾ ശ്രദ്ധിച്ചു. അവന്റെ കരിനീല കണ്ണുകളിലെ ആഴങ്ങളിൽ താൻ അകപ്പെട്ടു പോകുമോ എന്ന് ഭയന്ന് അവൾ വെപ്രാളത്തോടെ നോട്ടം മാറ്റി. അത് കണ്ട് അവന്റെ ചൊടികളിൽ പുഞ്ചിരി വിടർന്നു. എന്റെ പൊന്നെ അമ്മക്കുട്ടി, പെട്ടെന്ന് പോയി ചേട്ടാക്കി സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഇട്ടിട്ട് വന്നേ, ഭയങ്കര തലവേദന. എബി അകത്തേക്ക് കയറി സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ കൊണ്ടുവരാം. അതും പറഞ്ഞ് അമ്മ കിച്ചണിലേക്ക് പോയി. പോകുന്ന വഴിക്ക് അലക്സിനെ നോക്കാനും മറന്നില്ല. എന്നാ പറ്റി, പെട്ടെന്ന് എന്നതാ വയറ്റാട്ടിക്ക് ഒരു തലവേദന? ലീന കളിയാക്കിക്കൊണ്ട് അലക്സിന്റെ അടുത്തേക്ക് ഇരുന്നു. എബി ആ ഹോസ്പിറ്റലിൽ തന്നെ ഫേമസ് ഗൈനക്കോളജിസ്റ്റ് ആണ്. ഇന്ന് അവന് ഫുൾ പണിയല്ലായിരുന്നോ? എത്ര കേസുകളാ ഇന്ന് അറ്റൻഡ് ചെയ്യേണ്ടി വന്നത്. ലേബർ റൂമിൽ നിന്ന് ഇറങ്ങാൻ ടൈം കിട്ടിയില്ല അവന്. അതിന്റെ തലവേദന അല്ലേടാ? അലക്സ് ചിരിച്ചുകൊണ്ട് പറഞ്ഞത് എബി അവനെ കൂർപ്പിച്ചു നോക്കി. അവന്റെ നോട്ടം കണ്ട് അലക്സ് ചിരി കടിച്ചു പിടിച്ചു. നീയൊക്കെ കളിയാക്കിക്കോ, എത്ര കേസ് അറ്റൻഡ് ചെയ്താലും എനിക്ക് അതൊന്നും മടുക്കില്ല. ഓരോ കുഞ്ഞുങ്ങളെ ഈ കൈകളിലേക്ക് ഏറ്റുവാങ്ങുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹൃദയം മുഴുവൻ തുരന്നെടുക്കുന്ന നിന്നോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ കപടദേഷ്യത്തോടെ തിരിഞ്ഞിരുന്നു. അത് കണ്ട് അലക്സ് ലീനയും പരസ്പരം നോക്കി ചിരിച്ചു. അപ്പോഴേക്കും അമ്മ അവർക്കുള്ള ചായയുമായി വന്നു. എബിക്കും അലക്സിനും കൊടുത്തിട്ട് അവളും ചായ കുടിക്കാൻ തുടങ്ങി. വിവേകിന്റെ ഡിവോഴ്സ് നോട്ടീസ് വന്നു ഇച്ചായ. ലീന പറഞ്ഞത് കേട്ടതും അലക്സും എബിയും തിരിഞ്ഞ് അമ്മുവിനെ നോക്കി. അവളൊരു ഭാവഭേദവും ഇല്ലാതെ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു. ലീന എടുത്തു കൊടുത്ത ഡിവോഴ്സ് നോട്ടീസുമായി അലക്സ് അമ്മുവിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ മുൻപിലേക്ക് ആ പേപ്പർ വെച്ചു കൊടുത്തു. അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിയത് അവൻ പറഞ്ഞു, സൈൻ ചെയ്. അവൻ പറഞ്ഞു കഴിഞ്ഞതും കുറച്ചു നേരം അവൾ അവനെ തന്നെ നോക്കി നിന്നു. എന്നിട്ടൊന്നും പറയാതെ സൈൻ ചെയ്തിട്ട് ചായ കുടിച്ച കപ്പ് എടുത്ത് കിച്ചണിലേക്ക് പോയി. അവൾ പോയ വഴി കുറച്ചു സമയം നോക്കി നിന്നിട്ട് അവൻ ആ പേപ്പർ എടുത്ത് അവരുടെ അടുത്ത് പോയിരുന്നു. ആ പന്ന മോൻ എന്തൊക്കെ നുണകളാ എഴുതി വെച്ചിരിക്കുന്നത്. ആ പേപ്പർ എടുത്തൊന്ന് വായിച്ചിട്ട് എബി അവരോടായി പറഞ്ഞു. അതിന് മറുപടിയായി അലക്സ് ഒന്ന് മൂളിയിട്ട് ഫോൺ എടുത്തൊരു നമ്പർ ഡയൽ ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ. മറുവശത്ത് നിന്നും കോൾ കണക്ട് ആയതും അവൻ സംസാരിച്ചുകൊണ്ട് ബാൽക്കണിയിലേക്ക് നടന്നു. അമ്മു എങ്ങനെ, വിഷമമാണോ? അവൻ പോയതും എബി ലീനയോടായി ചോദിച്ചു. വിഷമമുണ്ട്, അത് പക്ഷെ ഡിവോഴ്സ് നോട്ടീസ് വന്നതിലല്ല, അതിൽ എഴുതി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടിട്ടാ. അവൻ ചെയ്തതല്ല അവളുടെ തലയിൽ കിട്ടുകൊടുത്തില്ലേ, വൃത്തികെട്ടവൻ. ഇങ്ങനെയും ദുഷ്ടന്മാരുണ്ടാകും. പാവം അമ്മു എന്തൊക്കെ അനുഭവിച്ചു. എല്ലാം ഒന്ന് കഴിയട്ടെ, അവനുള്ളത് കൊടുത്തോളാം, എബി പല്ലുകൾ ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും അലക്സ് ഫോൺ ചെയ്തിട്ട് വന്നു. നീ ആരെ വിളിക്കാൻ പോയതാ? തന്റെ അടുത്ത് വന്നിരുന്ന അലക്സിനോട് എബി ചോദിച്ചു. അഡ്വക്കേറ്റ് പ്രവീൺ പോൾ, ഡിവോഴ്സ് സ്പെഷ്യലിസ്റ്റ്. നമ്മുടെ പ്രവിയോ? അവൻ വരുമോ? നമ്മുടെ പ്രവി തന്നെ. ഞാൻ അവനെ നേരത്തെ വിളിച്ചിരുന്നു, എല്ലാം അവൻ നോക്കിക്കോളും. അതും പറഞ്ഞുകൊണ്ട് അവൻ നേരെ നോക്കിയപ്പോഴാണ് കിച്ചൺ ഡോറിനടുത്തായി അമ്മ നിൽക്കുന്നത് കണ്ടത്. ഒരു നിമിഷം രണ്ടുപേരുടെയും കണ്ണുകൾ ഇടങ്ങി. പെട്ടെന്ന് തന്നെ അവൾ നോട്ടം മാറ്റി ഒന്നും മിണ്ടാതെ റൂമിലേക്ക് കയറിപ്പോയി. അവളുടെ പിറകിലായിട്ട് അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ലീനയും പോയി. ലീന റൂമിലേക്ക് ചെന്നപ്പോ അമ്മ ഫോണിൽ കൂടി മാളുവിനോട് സംസാരിക്കുകയായിരുന്നു. മാളു ഇപ്പോ ടെക്നോ പാർക്കിലെ ജോലി റിസൈൻ ചെയ്തു. അമ്മുവുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒഴിവാക്കാനെ അപ്പു ചെയ്യിപ്പിച്ചതായിരുന്നു. അവന്റെ എതിർപ്പിനെ വകവെക്കാതെ അവൾ പോകാൻ തീരുമാനിച്ചെങ്കിലും അമ്മ കൂടെ പറഞ്ഞപ്പോൾ പിന്നെ അവൾ ഒന്നും പറഞ്ഞില്ല. എങ്കിലും അവർ ഫോണിൽ കൂടിയുള്ള കോണ്ടാക്ട്സ് നിർത്തിയില്ല. മാളു എന്താ വിളിച്ചേ? ഈ വിവരം അറിഞ്ഞു വിളിച്ചതാണോ? അവൾ ഫോൺ കട്ട് ചെയ്ത് ലീന അവളോട് ചോദിച്ചു. അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. ലീന അവളുടെ അടുത്തേക്ക് ഇരുന്ന് അമ്മുവിനെ തന്റെ മടിയിലേക്ക് ചായച്ചു കിടത്തി. ആരില്ലെങ്കിലും ഞങ്ങളുണ്ട് കൂടെ, ഒറ്റയ്ക്കാണെന്ന് കരുതേ ചെയ്യരുത്. അവളുടെ നെറുകയെ തലോടിക്കൊണ്ട് ലീന പറഞ്ഞു. അത് കേട്ടത് അമ്മു ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. കിടക്കാനായി മാത്യുച്ചായ റൂമിലേക്ക് വന്നപ്പോഴും കട്ടിലിൽ എന്തോ ആലോചിച്ചിരിക്കുന്ന എൽസമ്മയാണ് കണ്ടത്. അയാൾ അവരുടെ അരികിലേക്ക് ചെന്ന് തോളി കൈവച്ചതും അവർ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. എന്നതാടോ, എന്നാ പറ്റി? താൻ എന്നതാ ഇത്ര ആലോചിക്കുന്നേ? അയാൾ അവരുടെ അടുത്തിരുന്നു കൊണ്ട് ചോദിച്ചു. അതൊന്നുമില്ല ചായ, ഞാനിങ്ങനെ ഓരോന്ന് ആലോചിക്കുമായിരുന്നു. അതാ ചോദിച്ചേ ഇത്ര ആലോചിക്കാൻ എന്നതാന്ന്. അത് ചായ, ഞാൻ നാൻസിയെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. അവളെ കുറിച്ച് എന്നതാ ഇത്ര ആലോചിക്കാൻ? അയാളുടെ ശബ്ദത്തിലെ ഗൗരവം അവർ ശ്രദ്ധിച്ചു. അത് പിന്നെ അവൾ ഇന്ന് എന്നെ വിളിച്ചിരുന്നു. എന്നാത്തിന്? അത് അലക്സിന്റെ തീരുമാനം അറിയാം. അലക്സിന്റെ തീരുമാനം ആദ്യം തന്നെ പറഞ്ഞിരുന്നതല്ലേ? പിന്നെ ഇപ്പൊ അമ്മമോള് കൂടെ വന്ന സ്ഥിതിക്ക് അവന്റെ തീരുമാനം ഇനി ഒരിക്കലും മാറാൻ പോകില്ല എന്ന് അറിയില്ലേ? പിന്നെ എന്നാത്തിനാ അവൾ കിടന്ന് വിളിക്കുന്നേ? അതിച്ചായ, അമ്മുവിന്റെ കാര്യം ഞാൻ അവരോട് പറഞ്ഞില്ല.
പറഞ്ഞില്ലേ, നിന്നോട് ഞാൻ അന്ന് തന്നെ പറഞ്ഞല്ലേ അവളോട് എല്ലാം പറയാൻ. അയാൾ ദേഷ്യത്തോടെ ചോദിച്ചതും അവർ തലകുനിച്ചു. നോക്കൽസേ, നിന്റെ മനസ്സിൽ മറ്റേതെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറ്റി വെക്കണം. അങ്ങനെ വല്ലതും ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം കുറച്ചു നാൾ മുമ്പുള്ള നമ്മുടെ മോന്റെ അവസ്ഥ ആലോചിച്ച് നോക്കണം. എന്നിട്ട് വേണം ഓരോന്നും ചെയ്യാൻ. അയാൾ അതും പറഞ്ഞുകൊണ്ട് കട്ടിലേക്ക് കിടന്നു. എഡ്സമ്മയുടെ മനസ്സിൽ ആ നിമിഷം ഉണ്ടായിരുന്ന കുറച്ചുനാൾ മുമ്പുള്ള തന്റെ മകന്റെ ഭ്രാന്ത് പിടിച്ചുള്ള അവസ്ഥയായിരുന്നു. ആ ഓർമ്മയിൽ അവരുടെ കണ്ണുകൾ നിറഞ്ഞു. ദിവസങ്ങൾ ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു. വല്യമ്മച്ചിക്ക് അമ്മമാർക്കുമൊക്കെ അമ്മുവിനെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും കേസ് കഴിഞ്ഞിട്ട് അവളെ അങ്ങോട്ട് കൊണ്ടുവരാമെന്ന് അലക്സ് കട്ടായം പറഞ്ഞതുകൊണ്ട് അവർ ഇതുവരെ അമ്മുവിനെ കാണാൻ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എബിയും അലക്സും കൂടി കാഞ്ഞിരപ്പള്ളിക്ക് പോയിട്ട് വരും. കേസിലെ കാര്യങ്ങളെല്ലാം മുറയ്ക്ക് നടന്നു. കേസ് വിളിക്കുമ്പോൾ അവളുടെ കൂടെ പോകുന്ന ലീനയായിരുന്നു. ഓരോ തവണ കോടതിയിൽ വെച്ച് അമ്മുവിനെ കാണുമ്പോഴും വിവേക് തല കുനിച്ച് നിൽക്കാറുണ്ട്. അത് കാണുമ്പോൾ അവൾ അവനെ പുച്ഛത്തോടെ നോക്കും. ഇന്നാണ് അവരുടെ ഡിവോഴ്സ് കേസ് വിധി വരുന്നത്. രാവിലെ അമ്മുവും ലീനയും കൂടെ പോകാൻ നിൽക്കുവാണ്. അപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് പോകാനായി അലക്സും എബിയും വന്നത്. അലക്സ് അമ്മുവിന്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കയ്യിലേക്ക് ഒരു കൊന്ത വെച്ചു കൊടുത്തു. അവൾ അതിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. നോക്കണ്ട, വല്യമ്മച്ച് തന്നതാ, തനിക്കൊരു ധൈര്യത്തിന്. അവളുടെ നോട്ടം കണ്ട് അലക്സ് പറഞ്ഞു. നേരിട്ട് കണ്ടില്ലെങ്കിലും ലീനയുടെ വാക്കുകളിൽ നിന്നും ഫോണിൽ സംസാരിക്കുന്നത് വഴി അവർക്ക് അവരെ ഒക്കെ നന്നായിട്ട് അറിയാമായിരുന്നു. അവളത് കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനെ നോക്കി ചിരിച്ചു. അമ്മു, വാ, ടൈമായി, പോവാ. ലീനയുടെ ശബ്ദം കേട്ടത് അവർ പുറത്തേക്ക് ഇറങ്ങിച്ചെന്നു. ടെൻഷനൊന്നും വേണ്ട മോളെ, എല്ലാം നന്നായിട്ട് വരും. പാർക്കിങ്ങിൽ നിന്ന് സ്കൂട്ടി എടുക്കാൻ പോയ ലീനയെ കാത്തു നിൽക്കുമ്പോഴാണ് എബി അത് പറഞ്ഞത്. അവൾ അവനെ നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരിച്ചു. കോടതിയുടെ മുമ്പിൽ ചെന്ന് ഇറങ്ങി അകത്തേക്ക് കയറാൻ ഒരുങ്ങവെ അവിടെ നിൽക്കുന്ന ആളുകളെ കണ്ട് അവളൊന്ന് പകച്ചു. കാരണം അച്ഛനും അമ്മയും ഏട്ടനും വിവേകിന്റെ വീട്ടുകാരും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവൾ അവരെ ഒന്ന് നോക്കി. എല്ലാ പേരുടെ മുഖത്തും വെറുപ്പ് മാത്രം. അവൾ വിവേകിനെ ഒന്ന് നോക്കി. അവളുടെ നോട്ടം താങ്ങാനാവാതെ അവൻ മുഖം കുനിച്ചു. അവൾ കയ്യിലെ കൊന്തയെ മുറുകെ പിടിച്ച് സ്വയം നിയന്ത്രിച്ചു. ലീന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സൈഡിലേക്ക് മാറി നിന്നു. ആ സമയം അത് അവൾക്കൊരു ആശ്വാസമായിരുന്നു. കേസ് വിളിച്ചത് വിവേകും അമ്മുവും കൂടി അകത്തേക്ക് കയറി. പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് സൈൻ ചെയ്ത് അവൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും മീരാമ്മ അവളുടെ മുന്നിലേക്ക് വന്നു. അവരെ ഒന്ന് നോക്കിയിട്ട് അവൾ മുന്നോട്ട് നടന്നത് അവർ പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു. ഇനി ഒരിക്കലും അച്ഛനമ്മ ബന്ധം പറഞ്ഞ് നീ ഞങ്ങളുടെ കൺമുമ്പിൽ പോലും വരരുത്. ഞങ്ങൾ ചത്തെന്ന് കേട്ടാ പോലും. മുന്നോട്ട് നടന്നു തുടങ്ങിയ അവളുടെ കാലുകൾ പെട്ടെന്ന് നിശ്ചലമായി. ഒരു ദൃഢനിശ്ചയത്തോടെ അവൾ തിരിഞ്ഞു നോക്കി. വരില്ല. അതും പറഞ്ഞ് അവൾ മുന്നോട്ട് നടന്നു. അവളെ ഒന്ന് നോക്കിയ ശേഷം ലീന മീരമ്മയുടെ മുന്നിലേക്ക് ചെന്നു. 20 വർഷം നോക്കി വളർത്തിയ സ്വന്തം മകളെക്കാൾ വിശ്വാസം ഇന്നലെ കണ്ടവരെ. കഷ്ടം. ഇപ്പൊ പറഞ്ഞ വാക്കുകളോർത്ത് നെഞ്ചു പൊട്ടി കരയാതിരിക്കാൻ പ്രാർത്ഥിക്കും. അതും പറഞ്ഞുകൊണ്ട് ലീന വിവേകിനെ ഒന്ന് നോക്കിക്കൊണ്ട് അമ്മുവിന്റെ അടുത്തേക്ക് പോയി. അന്ന് പിന്നെ അവർ ഓഫീസിലേക്ക് പോയില്ല. ഫ്ലാറ്റിലേക്ക് ചെന്ന് അമ്മു നേരെ റൂമിൽ പോയി കിടന്നു. കുറച്ചു സമയം അവൾ തനിച്ചിരിക്കട്ടെ എന്ന് കരുതി ലീന കിച്ചണിലേക്കും പോയി. വീശി അടിക്കുന്ന തിരമാലകളെ നോക്കി ആ സിമന്റ് ബെഞ്ച് പിൻകഴുത്തിൽ കൈ ചേർത്ത് ചാരിയിരിക്കുകയായിരുന്നു അവൻ. അസ്തമയ സൂര്യൻ സമുദ്രത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. ചുറ്റും അന്ധകാരം വ്യാപിച്ചു തുടങ്ങി. ഇതുപോലെയാണ് ഇപ്പൊ തന്റെ മനസ്സ് മുഴുവൻ അന്ധകാരം. താൻ എന്നു മുതലാണ് ഇത്ര ക്രൂരനാവാൻ തുടങ്ങിയത്? ഒരു പെണ്ണിന്റെ താലി അറുക്കാൻ മാത്രം വിഷം തന്റെ മനസ്സിലുണ്ടായിരുന്നു. അല്ല, താൻ അത്രയും ക്രൂരനല്ല. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ? ആർക്കു വേണ്ടി? എല്ലാത്തിനും ഒരു ഉത്തരം മാത്രം, അമ്മ. പക്ഷെ ആ അമ്മയൊപ്പം ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവൻ കടലിലേക്ക് നോക്കിയിരുന്നു. സുധി. പുറകിൽ നിന്നും ആരോ തന്റെ പേര് വിളിക്കുന്ന ശബ്ദമാണ് അവനെ ഓർമ്മകളിൽ നിന്ന് കൊണ്ടുവന്നത്. 2 കൈകൾ കൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കി. ജിത്തു, ഓഫീസിലെ തന്റെ കൂട്ടുകാരൻ. താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിയപ്പോൾ എന്തിന്റെ പേരിലാണെങ്കിലും അത് ചെയ്യരുതെന്ന് പറഞ്ഞ് തന്നെ തടഞ്ഞവൻ. അന്ന് അവന്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇന്ന് താനിങ്ങനെ കുറ്റബോധത്തോടെ കഴിയേണ്ടി വരില്ലായിരുന്നു. തനിക്കൊന്നും നഷ്ടപ്പെടുകയില്ലായിരുന്നു. ഓർമ്മകൾ അവനെ കുത്തി നോവിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ജിത്തു അവന്റെ അടുത്ത് വന്നിരുന്നു. നീ പോകുന്നില്ലേ ആഘോഷിക്കാൻ? ആഞ്ഞു വീശുന്ന തിരമാലകളെ നോക്കിയിരിക്കുന്ന സുധിയെ നോക്കി ഒട്ടൊരു ഗൗരവത്തോടെ തന്നെ ജിത്തു ചോദിച്ചു. എന്താ? ജിത്തു ചോദിച്ചതിന്റെ പൊരുളറിയാതെ അവൻ നെറ്റിച്ചൊടിച്ചു. ഒരു പെണ്ണിന്റെ താലിയർത്ത് അതിന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും വേണ്ടാത്തവളാക്കി അതിന്റെ ജീവിതം നശിപ്പിച്ചതിന്റെ ആഘോഷം അവിടെ നടക്കുന്നുണ്ട്. അതിൽ പ്രധാന നടനായി നീ പങ്കെടുക്കുന്നില്ലേ എന്ന് ഒരു പരിഹാസത്തോടെ ജിത്തു പറഞ്ഞത് വീണ്ടും അവന്റെ തല കുനിഞ്ഞു. എല്ലാം ചെയ്തു വെച്ചിട്ട് പിന്നീട് തലയും കുമ്പിട്ടിരുന്നാൽ മതിയല്ലോ. അവൻ അമർഷത്തോടെ പറയുന്നത് കേട്ട് സുധി ദയനീയമായി അവനെ നോക്കി. ജിത്തു, തെറ്റാണ് ഞാൻ ചെയ്തത്, വളരെ വലിയ തെറ്റ്. പക്ഷെ ആ സമയം ഞാൻ എന്റെ അമ്മയെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളടാ. മറ്റൊന്നും ആലോചിച്ചില്ല. അമ്മയുടെ ജീവൻ രക്ഷിക്കണം, അതിന് ആ വഴി മാത്രമല്ലേ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. എത്ര എളുപ്പം നീ പറഞ്ഞു കഴിഞ്ഞു. നിന്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കാനായി നീ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തെറിയാൻ കൂട്ടുനിന്നു. എന്നിട്ട് എന്തായി? നിന്റെ അമ്മ രക്ഷപ്പെട്ടോ? എല്ലാം അറിഞ്ഞപ്പോ ആ പാവം തകർന്നല്ലേ? സ്വന്തം മകൻ ഒരു പെൺകുട്ടിയുടെ ജീവൻ തകർത്തെറിഞ്ഞെന്നറിഞ്ഞ് നെഞ്ചു പൊട്ടിയല്ലേ ആ പാവം മരിച്ചത്. അതിനുശേഷം നിന്റെ പെങ്ങൾ നിന്നോട് മിണ്ടിയിട്ടുണ്ടോ? നീ അവളുടെ സഹോദരനാണെന്ന് പറയാൻ പോലെ അവൾക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലേ? നിന്നെ കാണുന്ന പോലെ അറപ്പാണെന്ന് പറഞ്ഞില്ലേ?
നിന്നെ കാണാതിരിക്കാൻ വേണ്ടിയല്ലേ അവൾ നിന്റെ കൊച്ചിച്ചന്റെ വീട്ടിലേക്ക് പോയത്. ഇതാടാ ദൈവം ഉണ്ടെന്ന് പറയുന്നത്. ആ കൊച്ചു അനുഭവിച്ചതൊക്കെ നീയും അനുഭവിച്ചു. ഇനി എന്തൊക്കെ അനുഭവിക്കാൻ കിടക്കുന്നു. ഒരു പുച്ഛത്തോടെ അവൻ പറഞ്ഞു നിർത്തി സുധി അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. നീ ഇനി എന്നെ കുറ്റപ്പെടുത്തല്ലേ ചിത്തു. ഇനി ഈ വേദന താങ്ങാൻ കഴിയുന്നില്ലടാ. പറ്റിപ്പോയി. ആ നിമിഷം എനിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അമ്മ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. തെറ്റാണ്, വളരെ വലിയ തെറ്റ്. ഇനി ഞാൻ എന്താടാ ചെയ്യേണ്ടത്? മനസമാധാനമായിട്ടൊന്ന് ഉറങ്ങിയിട്ട് നാളുകളായി. കണ്ണടച്ച തേങ്ങിക്കരയുന്ന ആ പെൺകുട്ടിയുടെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്. അവളെ കണ്ടിരുന്നെങ്കിൽ ആ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറഞ്ഞേനെ. അവന്റെ ആ അവസ്ഥ കണ്ടപ്പോൾ ജിത്തുവിന് ഇനി അവനെ കുറ്റപ്പെടുത്താൻ തോന്നിയില്ല. അവൻ അവന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. പോട്ടെ, ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. കഴിയുമെങ്കിൽ സത്യങ്ങളെല്ലാം അതിന്റെ വീട്ടിലെറിച്ച് അതിന്റെ വീട്ടുകാരെങ്കിലും തിരിച്ചു കൊടുക്കുക. ജിത്തു പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ മനസ്സിൽ ഉറച്ചൊരു തീരുമാനം എടുത്തിരുന്നു.